നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ. മല്ലിക സുകുമാരൻ മാത്രമല്ല, മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത്ത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരങ്ങൾ കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട്. സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ. 50ലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട്. ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധക നിരയും ഉണ്ടാവാറുണ്ട്. മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുകുമാരനും. കുടുംബവിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ നടി മല്ലിക സുകുമാരൻ ഇഷ്ടമാണ്. മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തെക്കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിക്കാറുണ്ട്. മക്കളുടെ തിരക്കുകൾ മനസ്സിലാക്കുന്ന മല്ലിക സുകുമാരൻ മക്കളോടൊപ്പമല്ല താമസിക്കുന്നത്. എന്തുകൊണ്ട് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം താമസിക്കുന്നില്ലെന്ന് ആരാധകരുടെ ചോദ്യം പലപ്പോഴും വരാറുണ്ട്. എന്നാൽ തനിക്ക് അതിന് താല്പര്യമില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത്. ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി. പൂർണിമ മാത്രമല്ല, സുപ്രിയയ്ക്കും സ്വന്തം അമ്മയോടാണ് കൂടുതൽ അടുപ്പമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. സ്വന്തം അമ്മ വേറെ, ഭർത്താവിന്റെ അമ്മ വേറെ, രണ്ടും രണ്ട് ത്രാസിലാണ് പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിലുള്ളത്. എനിക്ക് എന്റെ അമ്മയോട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുകുവേട്ടന്റെ അമ്മയോട് പറയാൻ പറ്റില്ല. അമ്മ എന്ത് വിചാരിക്കുമെന്ന ഭയമുണ്ടാകും. അമ്മമാരാണത് തിരുത്തേണ്ടത്. കുട്ടികൾക്ക് ഭയമുണ്ടാകും. നിന്നെ ഞാൻ പ്രസവിച്ചു വളർത്തിയതുപോലെ തന്നെ ആ രണ്ട് ആൺമക്കളെയും ആ അമ്മ വളർത്തിക്കൊണ്ട് വന്നതാണെന്ന് പെൺമക്കളോട് പറയണം. തന്റെ അമ്മ അങ്ങനെയായിരുന്നെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. അമ്മായിയമ്മയിൽ നിന്നും മരുമക്കൾ അകലം കാണിക്കുന്നത് മനഃപൂർവ്വമല്ല. പൂർണിമയ്ക്കും സുപ്രിയയ്ക്കും യാത്രയ്ക്ക് സഹായത്തിന് അവനവന്റെ അമ്മ കൂടെ പോകുന്ന സുഖം ചിലപ്പോൾ അമ്മായിയമ്മയുള്ളപ്പോൾ കിട്ടണമെന്നില്ല. അമ്മയെ അറിഞ്ഞാലും സാരമില്ല, അമ്മായിയമ്മ അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന മരുമക്കളുടെ കാലമാണ്. അവരുടേതായ ലോകം കെട്ടിപ്പടുത്ത് ഉയർത്താനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. പിന്നെ അറിയാൻ മാത്രമുള്ള രഹസ്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. ഉണ്ടെങ്കിൽ മക്കൾ പറയും. മക്കളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലേ എന്ന് ഒരുപാട് പേർ ചോദിക്കും. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ വയ്യ. സുകുവേട്ടനോടൊപ്പം അമേരിക്കയിലും ജപ്പാനിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഞാൻ പോയിട്ടുണ്ട്. മക്കളുടെ യാത്രയിൽ ഒപ്പം ചേരാൻ തനിക്ക് ഇഷ്ടമല്ലെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും പുതിയ വീടിനെ കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിച്ചു. ഇത്തവണത്തെ ഓണം ഇന്ദ്രജിത്തിന്റെ വീട്ടിലായിരുന്നു. എറണാകുളത്ത് നല്ല വീട് വെച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയെ എപ്പോഴും ഇന്ദ്രനും പൂർണിമയും സ്വീകരിക്കാറുള്ളൂ. വീടിനുപരി വലിയ സൈസായി പോയെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും മുറികളുണ്ട്. രണ്ട് മക്കളും ഈ മുറി അമ്മയ്ക്കാണേ എന്ന് പറയും. പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ അവിടെ ചെന്ന് കിടക്കുമെന്ന്. അമ്മയ്ക്ക് കിടക്കാൻ താഴെയൊരു മുറിയെന്ന് പറച്ചിലുമൊക്കെയുണ്ട്. പക്ഷെ അമ്മ അനങ്ങാൻ പോകുന്നില്ലെന്ന് അവർക്ക് വിശ്വാസമാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. വളരെ ഭംഗിയായി പണിത വീടാണ് ഇന്ദ്രജിത്തിന്റേതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും സജീവമാണ് മല്ലിക സുകുമാരൻ. ഇന്ദ്രജിത്ത് 12ാം ക്ലാസ്സിലും പൃഥ്വി 9 കഴിഞ്ഞ് 10ലേക്കും കടക്കുന്ന സമയത്തായിരുന്നു സുകുമാരന്റെ മരണം. അന്ന് മല്ലികയ്ക്ക് പ്രായം 41-42 വയസ്സാണ്. ഒരു വീട്ടമ്മയായി നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മല്ലികയുടെ ചുമലിൽ വന്നു വീഴുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ, പേടിയും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. എന്നാലും കരുത്ത് നേടിയെടുത്ത് മല്ലിക നിലകൊണ്ടു. അത് അമ്മയുടെ മനസ്സിന് ധൈര്യം കൊണ്ടായിരിക്കാം എന്നൊരിക്കൽ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ 70ാം ജന്മദിനം അത്യന്തം ഗ്രാൻഡായിട്ടാണ് മല്ലികയുടെ കുടുംബവും ആഘോഷിച്ചത്. അതിനുള്ള നന്ദി രണ്ട് പെൺമക്കൾക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കും ഉണ്ടെന്നും മല്ലിക പറഞ്ഞിരുന്നു. കൊച്ചിയിലെ പൃഥ്വിയുടെ വീട്ടിലായിരുന്നു ആഘോഷം. അതേസമയം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി എന്നാണ് മല്ലികയെ മക്കൾ വിശേഷിപ്പിച്ചത് തന്നെ. പൊതുവെ പൂർണിമയുടെ പേരാണ് മല്ലികയ്ക്ക് പ്രിയങ്കരിയായ മരുമകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എങ്കിലും ഇത്തവണത്തെ മല്ലികയുടെ പിറന്നാൾ കഴിഞ്ഞതോടെ പൂർണിമ മാത്രമല്ല, സുപ്രിയയും അമ്മയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണെന്ന് വ്യക്തമായിരുന്നു. അമ്മയ്ക്ക് പിറന്നാൾ സദ്യ ഒരുക്കാനും മറ്റുള്ള കോർഡിനേഷൻ നടത്തിയത് സുപ്രിയയായിരുന്നു. സുപ്രിയയ്ക്ക് പൊസസീവ്നെസ് ഉണ്ട്, പക്ഷെ അത് സ്വന്തത്തോട് മാത്രമെന്ന് ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. പ്രകടിപ്പിക്കാൻ അറിയില്ല, എല്ലാം ഉള്ളിലാണ്. സുപ്രിയയ്ക്ക് തന്റെ രണ്ട് പെൺമക്കളും പൊന്മക്കളാണ് തനിക്കെന്നും മല്ലിക പറഞ്ഞിരുന്നു. പല അഭിമുഖങ്ങളിലും മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലിക വാചാലിലാവാറുമുണ്ട്.